പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ. ഒരു നാട് ഇല്ലാതായിപ്പോയ ചരിത്രമുണ്ട്. വയനാട്, അത് മുണ്ടക്കയം. ഞാൻ സ്ഥിരം പോകുന്ന, എനിക്കത് പെർമിഷൻ ഉണ്ട്, ഞാൻ പോകുന്ന. എൻ്റെ കുറേ കൂട്ടുകാരും ഉണ്ട് അവിടെ. ഞാൻ ആ വീട്ടുകളിൽ പോകുന്നതാണ്, സ്ഥിരമായിട്ട് പോകുന്നത്. ഇപ്പം 5ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. കാരണം അവിടെ ഒരു ഖബർസ്ഥാനുണ്ട്, നിങ്ങൾ പഠിക്കണത്. ആ ഖബർസ്ഥാനിൽ അവർ എൻ്റെ ഒരു അപർണ എന്ന് പറഞ്ഞ കുട്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോക്ക്. ഇപ്പോൾ പറയും, അഷ്റഫേട്ട നിങ്ങൾ ഈ സ്ഥലം കണ്ടോ, ഇത് സ്വത്ത് വഴി കൊടുക്കാത്തതിന് കേസ് കൊടുത്ത ഒരാളാണ്. വഴി കൊടുക്കാത്തതിന് അയാൾ വഴി കൊടുക്കില്ല പറഞ്ഞ് കേസ് കൊടുത്ത ആളാണ്. 2 പേരും കിടക്കുന്ന ഒരേ കബറിലാണ്. നിങ്ങൾ വയനാട്ടിൽ നിന്ന് പോകണം, ആ ചരിത്രം നിങ്ങൾ വായിക്കണം. 2 പേരും കിടക്കുന്ന ഒരേ കബറിലാണ്. നമുക്ക് പേടിയാവും കാണും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വർഗീയത ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒരു വർഗീയ സംഘടന ഞാൻ പറയുന്നില്ല, വർഗീയ സംഘടന ഒന്നുമില്ല. കാരണം അങ്ങനെ ഒരു മാനസികമായ സംഘർഷം ഉണ്ടായിരുന്നില്ല ആർക്കും. ചാത്തൂട്ടിയേട്ടനും അഷറഫും ഉസ്മാനും കൈകോർത്ത് വിളിച്ച് നടന്ന നാടായിരുന്നു.